ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള നാടൻ ചൂരമീൻ കറിയുടെ റെസിപ്പി ആട്ടോ. ടേസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു 10-15 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2-3 വലിയ സൈസ് വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു കറിക്ക് നല്ലോണം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ചെറിയ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പച്ചമണം മാറുന്നോടം വരെ, ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആടുന്നോടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അധികം ബ്രൗൺ കളറൊന്നും ആകണ്ട. ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് നിങ്ങൾക്ക് പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. പച്ചമുളക് ചേർക്കുന്നവർക്ക് അത് ചേർക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഒന്നും അധികം നന്നായിട്ട് മൂത്ത് വരുമൊന്നും വേണ്ട. അതായത് ഗോൾഡൻ കളറിലേക്ക് വരുമൊന്നും വേണ്ട. ഒന്ന് വഴഞ്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചട്ടിയുടെ 2 സൈഡിലേക്ക് ഇങ്ങനെ ഇതുപോലെ എണ്ണ മാത്രം ആക്കിയെടുക്കാം. മാറ്റി വെച്ചിട്ട് ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാലയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നോളം വരെ നമുക്കിതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പൊടി കരിഞ്ഞു പോകും, ടേസ്റ്റ് ഇല്ലാതായി പോകും കറിക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറാതെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് വേറെ ആയിപ്പം നല്ലോണം പച്ചമണം മാറി വരണം കേട്ടോ. അപ്പോൾ ഒരു മണം വരും, നമുക്കറിയാമല്ലോ പൊടിയുടെയൊക്കെ പച്ചമണം വരുമ്പോൾ ഉള്ള സ്മെല്ല്. അപ്പം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകിയെടുക്കണം. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് പാൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ. അതാണ് കുറച്ചുകൂടി എളുപ്പമേ. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ, നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് വേണം നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ മീൻ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പുളിക്ക് ആവശ്യമായി പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകണം. അപ്പോൾ ഞാൻ ഇനി തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായപ്പോൾ ഞാനിവിടെ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ ഇവിടെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തിൽ തീ ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു മുറി തേങ്ങയുടെ പാലാട്ടോ, കട്ടിപ്പാലാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ അധികം തിളപ്പിച്ചിട്ടില്ല, തീ ഓഫാക്കിയിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അസല് രുചി കേട്ടോ, നല്ല ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ല ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കഴിക്കണം. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുന്ന ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്.